ബിഗ് ബോസ് മലയാളം സീസൺ 7 നമ്മുടെ നൂറയും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് എവിക്റ്റ് ആയിരിക്കുകയാണ്. സ്വാഭാവികമായിട്ട് ഈ ഷോ കാണാത്ത പുറത്ത് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങി വന്ന കണ്ടസ്റ്റൻസ് അല്ലെങ്കിൽ പുറത്ത് വന്ന ആൾക്കാർ അവരിപ്പോഴും ചിലപ്പോൾ എപ്പിസോഡൊന്നും കണ്ടിട്ടുണ്ടാവില്ല. ലൈവ് ഒരിക്കലും അവർക്ക് കാണാനും പറ്റത്തില്ല. നമുക്ക് മാത്രം ലൈവ് കണ്ട പ്രേക്ഷകർക്ക് മാത്രം അറിയാവുന്ന കുറേ കാര്യങ്ങൾ എന്തായാലും ഈ സീസണിലും അവശേഷിക്കും. എപ്പിസോഡ് മാത്രം കണ്ടവർക്ക് ഇതൊന്നും ഒരിക്കലും പറഞ്ഞാൽ മനസ്സിലാകാനും പോകുന്നില്ല. അതാണ് ബിഗ് ബോസിൻ്റെ പ്രത്യേകത. നമ്മൾ ലൈവിൽ കണ്ടു എന്ന് പറയുന്നൊരു കാര്യം എപ്പിസോഡിൽ ടെലികാസ്റ്റ് ചെയ്തിട്ടില്ല എങ്കിൽ എപ്പിസോഡ് കണ്ട ഒരാൾക്ക് ഒരിക്കലും അത് മനസ്സിലാകത്തില്ല. ഇപ്പോൾ ബിഗ് ബോസിന് പലതരം ഓഡിയൻസ് ഉണ്ട്. ഇതെല്ലാം കാണുന്നവരുമുണ്ട്, ലൈവ് കാണുന്നവരുണ്ട്, എപ്പിസോഡ് മാത്രം കാണുന്നവരുണ്ട്, അങ്ങനെ പല ഓഡിയൻസ് ഉണ്ട്. ഈ സീസണിൽ വളരെ സ്ട്രോങ് ആയിട്ട് നിന്ന ഒരു ഗ്രൂപ്പ് തന്നെയായിരുന്നു പട്ടായ ഗേൾസ് എന്നറിയപ്പെടുന്ന പാട്ട ഗേൾസ് എന്നും പട്ട ഗേൾസ് എന്നും ഒക്കെ നമ്മൾ വിളിക്കുന്ന ആദില, നൂറ, അതുപോലെ അനുമോൾ. ഇവർക്കൊപ്പം ഷാനവാസും പലപ്പോഴും ഉണ്ടായിരുന്നു. അത് ഇവരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവുന്നതിന് കാരണം മറ്റൊരു ഗ്രൂപ്പ് അവിടെ ഉണ്ടായതാണ്. അപ്പാനി, അക്ബർ, ആര്യൻ, ജിസേല്, റെന, അങ്ങനെ ഒരു വലിയ ഗ്രൂപ്പ് അവിടെ ഉണ്ടായിരുന്നു. പലപ്പോഴും ബുള്ളി ഗ്യാങ് എന്ന് നമ്മൾ വിളിച്ച ആ ഗ്രൂപ്പ് അതൊരു തമാശയ്ക്ക് വിളിക്കുന്നതാണ്. അവരത്ര ബിഗ് ബോസിനകത്ത് കിടന്ന് കാണിക്കാൻ പറ്റുന്ന എന്ത് ബുള്ളിങ് ആണ് അത്. ഒരാളെ ടാർഗറ്റ് ചെയ്ത് ഗെയിം കളിക്കുന്നു. ആ ഒരു സ്പിരിറ്റിലാണ് ആ പേര് ഞാൻ പറയുന്നത്. അല്ലാതെ അവർ വലിയ ക്രൂരന്മാരാണെന്നുള്ള അർത്ഥമില്ല. ആ പേര് പറയുമ്പോഴും ഒരു ഒരു വെയിറ്റൊക്കെ ഉണ്ട്, അതുകൊണ്ട് പറയുന്നതേ ഉള്ളൂ. ബുള്ളി ഗ്യാങ് എന്ന് പറയുന്ന ആ ഗ്യാങ്ങിന് എഗെയിനിസ്റ്റ് ആയിട്ട് രൂപം കൊണ്ടതാണ് ഈ 3 പേരും രക്ഷകനായിട്ട് അവതരിച്ച ഷാനവാസ് ഉൾപ്പെടുന്ന ഒരു ഗ്യാങ്. അങ്ങനെ ഒരു ഗ്യാങ് വാർ കൂടി ഉണ്ടായിരുന്നു ഈ സീസണിൽ. ബിഗ് ബോസ് അവസാനിക്കുന്ന സമയത്ത് ബുള്ളി ഗ്യാങ് അവസാനം വരെ അവർ ഒറ്റക്കെട്ടായിട്ട് നിന്നു. ഇപ്പോൾ അവർ തിരിച്ച് റീ എൻട്രി നടത്തിയപ്പോഴും ബുള്ളി ഗ്യാങ്ങിന്റെ ഭാഗമായിട്ട് എപ്പോഴെങ്കിലുമൊക്കെ നിന്നവർ ഇപ്പോഴും ആ ഗ്യാങ്ങിനൊപ്പം തന്നെയാണ്. പട്ടായ ഗേൾസിൽ ആകെ 3 പേരെ ഉണ്ടായിരുന്നുള്ളൂ. 3 പേരുടെ ഇടയിലും വിശ്വാസ്യത നഷ്ടപ്പെടുത്താൻ റീ എൻട്രി ചെയ്തു വന്ന പലർക്കും കഴിഞ്ഞു. ഇനി ഇവർ വന്നില്ല എങ്കിലും 100% വിശ്വാസ്യത പട്ടായ ഗേൾസിനിടയിൽ ഉണ്ടായിരുന്നില്ല. പലപ്പോഴും അത് പ്രകടമായിരുന്നു. ഇപ്പൊ റീ എൻട്രി വന്നതൊരു റീസണാണ് അവസാന ആഴ്ചയിൽ ഇവർ തമ്മിൽ തെറ്റുന്നതിന്, അത് ഉറപ്പാണ്. പക്ഷെ അതിന് മുമ്പ് ഇവർ തെറ്റിയിട്ടുണ്ട്. അപ്പൊ അവർക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം ഈ വിശ്വാസ്യത ഇല്ലായ്മയാണ്. പക്ഷെ ബുള്ളി ഗ്യാങ് എന്ന് വിളിക്കുന്ന അക്ബറിന്റെ ഗ്യാങ് എന്ന് പറയുന്നത് ആദ്യം തൊട്ട് അവസാനം വരെയും വിശ്വാസ്യതയിൽ അധിഷ്ഠിതമായിരുന്ന ഒരു ഗ്യാങ് ആണ്. ശരിക്കും പറഞ്ഞാൽ അതൊരു റിയൽ ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ്. അവിടെയാണ് വ്യത്യാസം. എനിക്ക് അക്ബറിന്റെ അടുത്ത് ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റ് ഉള്ളൊരു കാര്യം, അക്ബർ പുള്ളിയുടെ കൂടെ നിൽക്കുന്ന ആൾ ഒരിക്കലും പുള്ളി തള്ളി പറയത്തില്ല. ഒരു പ്രശ്നം വന്നാൽ എതിരഭിപ്രായം ഉണ്ടെങ്കിൽ പറയുമെങ്കിലും മാറ്റി നിർത്തിയിട്ടാ നീ ആ കാണിച്ച ശരിയല്ല കേട്ടാ, ആ ഒരു ടോണിൽ സംസാരിച്ച് വിടും. അതൊരു നല്ല ക്വാളിറ്റിയാണ്. അക്ബറിന്റെ ആ ഒരു ടീം ഉണ്ടാക്കാനുള്ള കഴിവും ആ ഒരു എന്താ പറയാ അതിന്റെ ലീഡറായിട്ട് നിന്നിട്ട് അതിനെ നയിക്കാനുള്ള കഴിവും അത് ഈ സീസണിലെ ഒരു യുണീക്ക് സാധനം തന്നെയായിരുന്നു. അക്ബറിന്റെ ഗ്യാങ്ങിൽ ഓരോ സമയത്ത് ഓരോരുത്തരെ കൊണ്ടുവരാൻ പുള്ളിക്ക് പറ്റിയിട്ടുണ്ട്. നമ്മൾ കുരുതിക്കളത്ത് കൊണ്ടുപോയി കുരുതി കൊടുക്കുന്നു എന്നൊക്കെ പറയുമെങ്കിലും സംഗതി അക്ബർ അവരുടെ ഫ്രണ്ട്ഷിപ്പിൽ ഭയങ്കര ജെന്യൂനായിരുന്നു. പക്ഷെ ഇപ്പുറത്ത് പട്ടായ ഗേൾസ് ഒന്നിക്കാൻ റീസൺ ആശയങ്ങളായിരുന്നില്ല. അവരൊന്നിച്ചത് ഓപ്പോസിറ്റ് പ്രബലമായ ഒരു ഗ്രൂപ്പ് വന്നപ്പോൾ അവരിൽ പലരിൽ നിന്നും ഇവർക്ക് പ്രശ്നങ്ങൾ വന്നപ്പോൾ ശത്രുവിന്റെ ശത്രു മിത്രം എന്ന തത്വത്തിൽ നിന്നാണ് പട്ടായ ഗേൾസ് ഉണ്ടായത്. പക്ഷെ ഇത് കാണാൻ നമുക്ക് ഭയങ്കര രസമായിരുന്നു കണ്ടോണ്ടിരിക്കാൻ. ഇവരുടെയും ആ ഒരു നല്ല രസകരമായ കുറെ മൊമെന്റ്സ് ഉണ്ട് ഈ 3 പേരുടെയും. ബുള്ളി ഗ്യാങ്ങിലും എനിക്കും ഈ നമ്മുടെ ആര്യൻ, അക്ബർ, നെവിൻ ആ കൂട്ടുകെട്ടൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പാനി ഉണ്ടായിരുന്ന സമയത്ത് ആ ഒരു ഗ്യാങ്ങിന് ഭയങ്കര സ്ട്രെങ്ത് ആയിരുന്നു. അപ്പാനിയുടെ പുറത്താകൽ ബുള്ളി ഗ്യാങ്ങിന്റെ സ്ട്രെങ്ത് കുറയ്ക്കുകയും അവരെ അത് ഹെൽപ്പ് ചെയ്യുകയും ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പാനിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഭയങ്കര പവർഫുൾ ആയിട്ട് അവരവിടെ നിന്ന് ബാക്കിയുള്ളവർക്കെതിരെ കളിച്ചെങ്കിൽ ഇവർ കൂടുതൽ നെഗറ്റീവ് ആയനെ ബുള്ളി ഗ്യാങ്. അപ്പാനിയുടെ പുറത്താവൽ ബുള്ളി ഗ്യാങ്ങിന്റെ സ്ട്രെങ്ത് കുറച്ചു, അക്ബർ ഒന്ന് ഒതുങ്ങുന്നതിന് അത് കാരണമായി. അങ്ങനെ രസകരമായ ഒരു ഗ്യാങ് വാർ നടന്ന ഒരു സീസണാണിത്. ഇന്ന് നൂറ പുറത്താവുമ്പോൾ അവസാന ആഴ്ചയിലെ കളികൾ തന്നെയാണ് നൂറയ്ക്ക് വിനയായിട്ട് മാറിയത്. ഈ സീസണിൽ പേഴ്സണലി ഞാൻ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തിട്ടുള്ള കണ്ടസ്റ്റൻസിൽ ഒരാളാണ് നൂറയും ആദിലയും. പക്ഷേ അവസാന ആഴ്ച അവർ ഭയങ്കരമായിട്ട് മാനിപ്പുലേറ്റ് ആയിട്ട് സൗഹൃദത്തിന്റെ വാല്യൂസ് മനസ്സിലാക്കാതെ അറ്റ്ലീസ്റ്റ് അവർ അക്ബറിനെയും നെവിനെങ്കിലും നോക്കണമായിരുന്നു. തെറ്റുകുറ്റങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. സുഹൃത്തുക്കളായിരുന്ന സമയത്ത് പറഞ്ഞ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു പറഞ്ഞ് പബ്ലിക്കിലേക്ക് എടുത്തിട്ട് കൊടുത്ത ആവശ്യമില്ലാതെ അവർക്കിടയിൽ തമ്മിലുണ്ടായ തല്ല് അവരെ ഇല്ലാതാക്കി. അപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ടോപ്പ് 5 ഇവരിൽ ഒരാൾ മസ്റ്റ് എത്തേണ്ടതായിരുന്നു. ഒന്നുകിൽ ആദില അല്ലെങ്കിൽ നൂറ ടോപ്പ് 5 എത്തുമായിരുന്നു. അങ്ങനെ വന്നിരുന്നെങ്കിൽ നമ്മുടെ ബുള്ളി ഗ്യാങ്ങിൽ അക്ബറോ നെവിനോ ആണ് ഡേഞ്ചറസ് സോണിലാവുന്നത്. മിക്കവാറും നെവിൻ പോകാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇവര് തമ്മിൽ തല്ലിയപ്പോൾ ഓഡിയൻസിന്റെ സപ്പോർട്ട് അവിടെ ജെന്യൂൻ എന്ന് തോന്നിയ ആളിലേക്ക് പോയിട്ടുണ്ടാവണം. ഈ പട്ടായ ഗേൾസിന്റെ ഫൈറ്റിനകത്ത് ഇപ്പൊ അക്ബർ അനുമോൾ വിഷയമൊക്കെ വേറെയാണ്. ഈ ആദില നൂറ അനുമോൾ ഫൈറ്റിനകത്ത് ഒരു സംശയവുമില്ലാതെ നമുക്ക് പറയാം അവിടെ ആദിലയും നൂറയും തെറ്റിദ്ധരിക്കപ്പെട്ടതാണ്. അവരുടെ ട്രസ്റ്റ് ഇഷ്യൂ ആയിരുന്നു. അവർക്കാണ് ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടായത്.
ലൈവ് ഫുൾ കണ്ട ഒരാളെന്ന നിലയിൽ എനിക്ക് പറയാൻ പറ്റും, ഒരു ഘട്ടത്തിൽ പോലും ആദിലയും നൂറയും തന്നെ ചതിക്കുമെന്നോ വിശ്വാസവഞ്ചന കാണിക്കുമെന്നോ അനുമോൾ എവിടെയും പറഞ്ഞിട്ടില്ല. അനുമോൾക്ക് ആ ഒരു ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടായില്ല. അതുകൊണ്ടാണല്ലോ പല കാര്യങ്ങളും പറഞ്ഞു എന്ന് ഇവരിപ്പോൾ ഈ പറയുന്നത്. ശരിയോ തെറ്റോ എന്ന് നമുക്കറിയില്ല എങ്കിൽ കൂടി. പക്ഷെ ആദിലേക്കും നൂറയ്ക്കും എന്നും അനുമോളെ സംശയമായിരുന്നു. അനുമോളെ മാത്രമല്ല, ഷാനവാസിന്റെ കേസിലും ഇവർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഷാനവാസിന്റെ കൂടെ നിന്നാൽ ഇനി നെഗറ്റീവ് ആവോ, അനുമോളുടെ കൂടെ നിന്നാൽ നെഗറ്റീവ് ആകുമോ, ഈ ഒരു പേടി ഉണ്ടായിരുന്നു. അക്ബർ ഗ്യാങ്ങിന്റെ ക്വാളിറ്റി എന്താന്ന് വെച്ചാൽ അവരുടെ കൂടെ നിന്നവർക്ക് ആ പേടിയില്ല. ആര്യനും ഇല്ലായിരുന്നു, അതുപോലെ തന്നെ നെവിനോ അപ്പാനിക്കോ ഇവർക്ക് ആർക്കും അങ്ങനത്തെ ഒരു പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, അക്ബർ ഗ്യാങ് നിലനിന്നതിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് അക്ബറിന്റെ ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ്. ഇവിടെ ഈ പട്ടായ ഗേൾസിൽ ആർക്കും തന്നെ അങ്ങനത്തെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഇല്ല. ഗ്രൂപ്പിനെ നല്ലപോലെ നയിക്കാനുള്ള ഒരു ക്വാളിറ്റി ഇല്ല. ഇപ്പൊ അനുമോൾ ആണെങ്കിലും ചില സമയങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ട സമയങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തില്ല. ആദിലയും നൂറയും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഇല്ലാത്തതും ഇവരുടെ ഗ്രൂപ്പ് പൊളിയുന്നതിന് കാരണമായി. ഇനി ഈ ഗ്രൂപ്പ് സർവൈവ് ചെയ്യോ ഇല്ല എന്നുള്ളതൊന്നും നമുക്കറിയില്ല, അറിയേണ്ട ആവശ്യമില്ല. അതൊക്കെ പുറത്ത് അവരുടെ ലൈഫായി, അവരുടെ കാര്യമായി. ബിഗ് ബോസിനകത്ത് ബുള്ളി ഗാങ് വേഴ്സസ് പട്ടായ ഗേൾസ് എന്ന് പറയുന്ന ഒരു ഫൈറ്റ് ഉണ്ടായിരുന്നു. അവിടെ സ്പെഷ്യൽ മെൻഷനായിട്ട് വല്യേട്ടൻ എന്ന് പറയുന്ന ഷാനവാസും ഉണ്ടായിരുന്നു. ഷാനവാസ് ഒരുപാട് സന്ദർഭങ്ങളിൽ ഇവർക്ക് 3 പേർക്കും സപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ആദിലേക്കും നൂറയ്ക്കും. തള്ളക്കോഴി മറ്റേ കുഞ്ഞു കോഴിക്കുഞ്ഞുങ്ങളെ ചിറകിനടിയിൽ വെച്ചുകൊണ്ട് നടന്ന പോലെ തന്നെയാണ് ഷാനവാസ് ഇവരെ 2 പേരെയും ബിഗ് ബോസ് വീടിനകത്ത് പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ട് നടന്നത്. ആ കാര്യത്തിലൊക്കെ ഷാനവാസ് 100% ജെന്യുവിൻ ആയിരുന്നു. സോ എന്തായാലും തെറ്റിദ്ധാരണകളുടെ പേരിലും പിന്നെ റീ എൻട്രികൾ കിണഞ്ഞ് പരിശ്രമിച്ചതിൻ്റെ ഫലമായിട്ട്, എല്ലാ റീ എൻട്രിയും അല്ല കേട്ടോ, ചിലർ പരിശ്രമിച്ചതിൻ്റെയും ഫലമായിട്ട് നമ്മുടെ ആദിലേക്കും നൂറയ്ക്കും അത് തിരിച്ചടിയായി, 2 പേരും പുറത്തായി എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത്. കാരണം റീ എൻട്രികൾ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയില്ലെങ്കിൽ ഹാപ്പി എൻഡിങ്ങിലേക്ക് പോകേണ്ടവരായിരുന്നു പട്ടായ ഗേൾസ്. ഇങ്ങനെ ഒരു ഫൈറ്റിലേക്ക് പോയില്ലായിരുന്നു. അഭിപ്രായ ഭിന്നതകളൊക്കെ ഉണ്ടെങ്കിലും ഹാപ്പി എൻഡിലേക്ക് പോയനെ. ഇവരിൽ ഒരാൾ കൂടി ടോപ്പ് 5 എത്താൻ അത് കാരണമായനെ. അത് അക്ബറിന് അല്ലെങ്കിൽ നെവിന് ഡേഞ്ചർ ആയിട്ട് മാറുകയും ചെയ്തേനെ. എങ്കിൽ വേറൊരു ടോപ്പ് 5 തന്നെ വന്നേനെ ചിലപ്പോൾ. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.